വയനാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ വയനാട് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ നാശനഷ്ടം രൂക്ഷം. വെള്ളരിമല വില്ലേജിൽ പൂർണ്ണമായും, കോട്ടപ്പടി വില്ലേജിൽ എളമ്പലേരി പ്രദേശത്തുള്ള ഹോം സ്റ്റേ, റിസോർട്ട്, വില്ല എന്നിവയുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ്. ജോഷിലയുണ്ട് വിവരങ്ങൾ നൽകാൻ. ജോഷില, വയനാടേക്ക് എത്തിയാൽ മഴ വിവരങ്ങൾ എങ്ങനെ? ഒപ്പം കൂടുതൽ നിയന്ത്രണങ്ങളുണ്ടല്ലേ? തീർച്ചയായും വർഷ, വലിയ ശക്തമായ മഴയാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ തുടരുന്നത്. രാവിലെ അത്ര വലിയ ശക്തമായിരുന്നില്ല മഴ, എന്നാൽ ഉച്ചയോടുകൂടി മഴ ശക്തമായിരിക്കുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളരിമല വില്ലേജിൽ പൂർണ്ണമായും, കോട്ടപ്പടി വില്ലേജിൽ എളമ്പലേരി പ്രദേശത്തുള്ള ഹോം സ്റ്റേ, റിസോർട്ട്, വില്ല എന്നിവയുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കരുതെന്നാണ് ഉത്തരവ്. അതുപോലെ തന്നെ മടക്കിമല സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. വലിയ ദൂരത്തിൽ തന്നെയാണ് മതിലിടിഞ്ഞിരിക്കുന്നത്. ഉയരമുള്ള മതിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ നിലവിൽ പുഴ മട്ടിലയം സ്കൂളിന് സമീപത്ത് വയലിലെ 1500ഓളം മൂപ്പത്താത്ത വാഴകളും പതിച്ചിട്ടുണ്ട്. റോഡിന് കുറുകെ വീണ മരത്തിനടിയിലൂടെ സാഹസികമായിട്ടാണ് രാവിലെ KSRTC ബസ് പോകുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ മുഹമ്മദ് മംഗലേരി എന്നിവരുടെ വീടിന്റെ മതിലിടിഞ്ഞ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചിട്ടുണ്ട്. അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സ്വമേധയാ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കണം. വീടിന് മുകളിലേക്കോ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കോ വീഴാറായി നിൽക്കുന്ന മരങ്ങൾ സുരക്ഷിതമായി വെട്ടിമാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡിന്റെ വശങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങളുണ്ടെങ്കിൽ അധികൃതരെ ഉടൻ വിവരം അറിയിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ മലയോര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. കുട്ടികളെ പുഴ, തോട്, വെള്ളക്കെട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് പറഞ്ഞയക്കരുത്. തോടുകളിലും പുഴകളിലും മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ മീൻ പിടിക്കുന്നത് ഒഴിവാക്കണം. വീട്, കെട്ടിടം, മറ്റ് നിർമ്മാണങ്ങൾക്കായി 2 മീറ്ററിലധികം മണ്ണെടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പുഴയോരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. സർക്കാരിന്റെ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ ക്യാമ്പുകളിലേക്കോ മറ്റു സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കണമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കാറ്റിലോ മരം വീണോ ഇലക്ട്രിക്കൽ ലൈൻ പൊട്ടിവീണത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ ഉടൻ വിവരം അറിയിക്കണം. അത്തരം ലൈനുകളിൽ സ്പർശിക്കുകയോ സമീപത്തേക്ക് പോവുകയോ ചെയ്യരുത്. വീട്, കിണർ, ചുറ്റുമതിൽ, സംരക്ഷണ ഭിത്തികൾ എന്നിവ സുരക്ഷിതമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ജില്ലയിലെ സ്ഥിതിഗതികൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഒരുപോലെ ജാഗ്രത പുലർത്തണം. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ NDRF ടീം ജില്ലയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. 28 അംഗ സംഘമാണ് ജില്ലയിൽ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ കാപ്പുട്ടിക്കൽ എന്ന സ്ഥലത്ത് ഏകദേശം 5ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 3000ഓളം വാഴകൾ നശിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി വില്ലേജിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജോർജ് എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. വീടിനുള്ളിൽ നിന്നിരുന്ന തസ്ലീന എന്ന സ്ത്രീക്ക് പരിക്ക് പറ്റി സുൽത്താൻ ബത്തേരി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വലിയ ഗുരുതരമായ പരുക്കല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെങ്ങപ്പള്ളി വില്ലേജിൽ വാർഡ് 12 ലക്ഷം വീട് അങ്കണവാടിക്ക് സമീപം ഷുഹൈബ് എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കോട്ടത്തറ വില്ലേജിലെ ഇത്തരത്തിൽ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന പ്രത്യേക അറിയിപ്പുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. വർഷ. ശരി ജോഷില, ജില്ലയിലെ സ്ഥിതി ജില്ലാ ഭരണകൂടം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം സുരക്ഷാ സേനയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആന്ധ്രയിലാണ് കളക്ടറുടെ നിർദ്ദേശങ്ങളെല്ലാം. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.